നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മോഹൻലാൽ ജീതത്ത് ജോസഫ് ചിത്രമായ നേരിലൂടെ തന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം പുറത്തെടുത്ത് പ്രേക്ഷകരുടെ കയ്യടി നേടുകയാണ് അനശ്വര രാജൻ. സാറ എന്ന അന്ധയായ കഥാപാത്രത്തെയാണ് അനശ്വര ചിത്രത്തിൽ അവതരിപ്പിച്ചത്. സഹോദരി ഉയരങ്ങളെ കീഴടക്കുമ്പോൾ ചേച്ചി ഐശ്വര്യ രാജന് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അഭിനയത്തിന്റെ പേരിൽ ഏറെ സൈബർ ആക്രമണം നേരിട്ട താരമാണ് അനശ്വര. വ്യക്തിഹത്യ ചെയ്യപ്പെട്ടപ്പോഴും മനക്കരുത്തോടെ അനശ്വര പിടിച്ചു നിന്നത് അടക്കം പറഞ്ഞുകൊണ്ടാണ് ഐശ്വര്യയുടെ കുറിപ്പ്. പക്വതയോടെ എല്ലാം നേരിട്ട അനശ്വരയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഐശ്വര്യ സംസാരിക്കുന്നത്. വന്ന വഴികളിൽ ഒരുപാട് നീ അധ്വാനിച്ചു, വേദനിച്ച് ഒരു കൗമാരത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ നിന്നെ വ്യക്തിഹത്യ ചെയ്തപ്പോഴും നിന്റെ മനക്കരുത്തും നിന്റെ മാത്രം ധൈര്യവും കൊണ്ടാണ് നീ ഉയർന്നു പറഞ്ഞത്. അപ്പോഴൊക്കെ നീ നിന്നെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി. പക്വതയോടെ എല്ലാ സന്ദർഭങ്ങളെയും നീ കൈകാര്യം ചെയ്തു. മാത്രമല്ല അതിനുവേണ്ടി ഞങ്ങളെയും പ്രാപ്തരാക്കി. ഇന്നിന്റെ ആവേശവും ആഹ്ലാദവും 2018 സെപ്റ്റംബർ 28 ഓർമ്മിപ്പിക്കുന്നു. ആതിര കൃഷ്ണൻ എന്ന 15 വയസ്സുകാരിയെ ഓർമ്മിപ്പിക്കുന്നു. നീ ഈ പ്രശംസ ഒരുപാടധികം അർഹിക്കുന്നു. എന്നിലെ ആസ്വാദിക നിന്നെ ആരാധിക്കുന്നുണ്ട്, അതിനേക്കാൾ ആഘോഷിക്കുന്നുണ്ട്. അന്നും ഇന്നും എന്നും എന്റെ മനസ്സിലെ നീ എന്ന കലാകാരി എന്നും മുന്നിലാണ്. അതെന്റെ ഒരു തരത്തിലുള്ള അഭിമാനവും സ്വാർത്ഥയും തന്നെയാണ് ഐശ്വര്യ രാജൻ കുറിച്ചു. കണ്ണീര് മത്തന ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെ ആരാധകരുടെ പ്രിയതാരമായി മാറിയ നടിയാണ് അനശ്വര രാജൻ. മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മുൻനിര നായിക പദവിയിലേക്കെത്തിയ താരം ഇടയ്ക്കിടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിടാറുണ്ട്. എന്നാൽ വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളും അനശ്വരയെ ബാധിക്കാറില്ല. ജയറാം നായകനാകുന്ന എബ്രഹാം ഓസ്ലർ ആണ് നടിയുടെ പുതിയ റിലീസ്.